ഇത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 29 രൂപയ്ക്ക് 120 MB റീചാർജ് ചെയ്ത് 4 ദിവസം ഉപയോഗിച്ചിരുന്നൊരു കാലം. ഡാറ്റ കഴിയാതിരിക്കാൻ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്നതിന് മുമ്പ് 1-2 തവണ വേണോ വേണ്ടോ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലം. പക്ഷേ ഈ സീനൊക്കെ മാറി മറിഞ്ഞത് 2016 സെപ്റ്റംബറിലാണ്. അതെ, ജിയോയുടെ ടെലികോം മാർക്കറ്റിലേക്കുള്ള എൻട്രി. വെൽക്കം ടു ബ്രാൻഡ് മാർക്കറ്റിംഗ് സ്റ്റോറീസ്. ഇന്ത്യയെ ഡിജിറ്റലാക്കുക എന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയോടെയാണ് റിലയൻസ് ജിയോ സിം ലോഞ്ച് ചെയ്യുന്നത്. ജിയോ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഏകദേശം 250 രൂപയാണ് ഇന്ത്യയിൽ 1 GB ഡാറ്റയുടെ പ്രൈസ്. ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായി ജിയോ 6 മാസത്തെ അൺലിമിറ്റഡ് ഫ്രീ ഇൻ്റർനെറ്റും ഫ്രീ കോളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിലൂടെ ഒറ്റ രാത്രി കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ജിയോ സിം കാർഡുകൾക്കായി ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും മറികടന്നുകൊണ്ട് വെറും 83 ദിവസം കൊണ്ട് 5 കോടി കസ്റ്റമേഴ്സിനെയാണ് ജിയോ ഇതിലൂടെ സ്വന്തമാക്കിയത്. ഈ 6 മന്ത് ഫ്രീ ട്രയൽ അവസാനിപ്പിച്ചപ്പോഴേക്കും കസ്റ്റമേഴ്സിൻ്റെ ഒരു സാമ്രാജ്യം തന്നെ ജിയോ കെട്ടിപ്പടുത്തിരുന്നു. എന്തായിരുന്നു ജിയോ യൂസ് ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്? ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് വൺ, പ്രൈസ് ഡിസ്ട്രപ്ഷൻ. കോമ്പറ്റീറ്റേഴ്സിനെ അവരുടെ ലെവലിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ജിയോ അതുവരെ ഉണ്ടായിരുന്ന ടെലികോം റൂൾസ് തന്നെ മാറ്റി. ഹ്യൂജ് എമൗണ്ടിന് ഡാറ്റ കൊടുക്കുന്നതിന് പകരം 6 മന്ത് അൺലിമിറ്റഡ് ഫ്രീ ട്രയൽസിലൂടെ ജിയോ അവരുടെ കസ്റ്റമേഴ്സിനെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യക്കാരാക്കി മാറ്റി. സെക്കൻഡ് വൺ, മാസ് ഓഡിയൻസ്. ജിയോ എലൈറ്റ് ആയ ആളുകൾ മാത്രമായിരുന്നില്ല ഇൻ്റർനെറ്റിൻ്റെ ആവശ്യക്കാരാക്കി മാറ്റിയത്. ഇൻ്റർനെറ്റ് ഫോർ എവറി ഇന്ത്യൻ എന്ന മോട്ടോയിലൂടെ സാധാരണക്കാരെയും കർഷകരെയും വിദ്യാർത്ഥികളെയും എല്ലാം ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നത്തിൻ്റെ ഭാഗമാക്കി പരസ്യങ്ങളിലൂടെ കാണിച്ചു. തേർഡ് വൺ, ബിൽഡ് എ എക്കോസിസ്റ്റം. ജിയോ സിം വെച്ച് ഉണ്ടാക്കിയെടുത്ത കോടിക്കണക്കിന് കസ്റ്റമേഴ്സിലൂടെ ജിയോ ഫോൺ, ജിയോ TV, ജിയോ സിനിമ, ജിയോ മ്യൂസിക് തുടങ്ങി പിന്നീട് ജിയോ മാർട്ട് വരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ജിയോ എന്ന ബ്രാൻഡിന് ചുറ്റും നിരവധി ജിയോ പ്രൊഡക്റ്റുകളുടെ ഒരു ലോകം തന്നെ നിർമ്മിച്ചു സെൽ ചെയ്യാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ്, ഇമ്പാക്റ്റ് ഓഫ് ദിസ് സ്ട്രാറ്റജി. ജിയോ മാർക്കറ്റിൽ എൻ്റർ ചെയ്തതോടെ ടാറ്റ ഡോകോമോ, എയർസെൽ തുടങ്ങിയ കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് തന്നെ പിന്മാറി. വോഡോഫോൺ, ഐഡിയ കമ്പനികൾ മെർജ് ചെയ്യാൻ നിർബന്ധിതരായി. എയർടെൽ അവരുടെ പ്രൈസ് കോംപ്രമൈസ് ചെയ്തു. എന്നാൽ ഇൻ്റർനെറ്റ് എന്നത് ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ പോലും ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. കൂടാതെ ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ മൊബൈൽ ഡാറ്റ യൂസേഴ്സ് ഉള്ള രാജ്യം കൂടിയാണ്. ജിയോ ഇംപ്ലിമെൻ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്ട്രാറ്റജി എന്നത് ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന ലോസ് പേടിക്കാതെ ലോങ് ടേമിലേക്ക് ഒരു മാസീവ് യൂസർ ബേസ് ഉണ്ടാക്കുന്നതിലാണ് അവർ ഫോക്കസ് ചെയ്തത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ മാർക്കറ്റിംഗ് സ്റ്റോറീസിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക.